Students, in this video we are going to discuss about surfaces for surf study. നമ്മൾ സർഫ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർഫ് എക്സ്പെരിമെൻറ്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർഫസുകളെ കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്യുക. അതാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് സർഫസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ സർഫ്. സർഫസ് എൻഹാൻസ് റാമൻ സ്കാറ്ററിംഗ് ആണ്. സോ എല്ലാ സർഫസും നമുക്ക് റാമൻ സ്കാറ്ററിംഗ് എൻഹാൻസ്മെൻറ്റ് തരുമോ, ആൻഡ് മാക്സിമം എൻഹാൻസ്മെൻറ്റ് എപ്പോൾ കിട്ടും, ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ വി വിൽ ബി ഡിസ്കസിങ്. സോ മോസ്റ്റ് ഓഫ് ദി സർഫസ് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ മെറ്റാലിക് സർഫസസ് ലൈക്ക് സിൽവർ, ഗോൾഡ്, കോപ്പർ, പ്ലാറ്റിനം എക്സെട്ര used as the particular സർഫസ്. അതിനകത്ത് തന്നെ നമ്മൾ മാക്സിമം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് തന്നെ സിൽവർ ബേസ്ഡ് സർഫസിലുള്ള സ്റ്റഡീസാണ്. സിൽവർ ബേസ്ഡ് ഇലക്ട്രോഡ്സ്, റഫ് ആൻഡ് ആയിട്ടുള്ള സിൽവർ സർഫസസ്, സിൽവർ ഫോയിൽസ്, അങ്ങനത്തെ പെർട്ടിക്കുലർ സർഫസിലുള്ള സ്റ്റഡീസ് വളരെയധികമാണ്. സിൽവറിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള SPR ബാൻഡ്സ് അല്ലെങ്കിൽ സർഫസ് പ്ലാസ്മ റെസൊണൻസ് വരുമ്പോൾ അവിടെ സിഗ്നിഫൈഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. സോ സിൽവർ കൂടാതെ ഗോൾഡ്, കോപ്പർ, പ്ലാറ്റിനം, പലേഡിയം എക്സെട്ര they have also been used as surfaces for surf studies. So ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റൽ നാനോ പാർട്ടിക്കിൾസിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് they have strong SPR bands, especially for silver and gold. Strong SPR bands ഉണ്ട്, and they will be coming in the UV in the near IR as well as in the visible region. Visible region അതുപോലെ തന്നെ നിയർ IR റീജിയനിലായിരിക്കും ഇതിൻ്റെ SPR ബാൻഡ്സിൻ്റെ അബ്സോർപ്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എൻഹാൻസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി കൂടി വരും. ഇൻ അഡീഷൻ ടു സിൽവർ, ഗോൾഡ്, കോപ്പർ, പ്ലാറ്റിനം, പലേഡിയം എക്സെട്ര, ദർ ആർ റിപ്പോർട്ട്സ് ഫോർ ലിത്തിയം, സോഡിയം, അലൂമിനിയം, ഇൻഡിയം, നിക്കൽ സർഫസസ് ബീൻ യൂസ്ഡ് ആസ് യൂസ്ഡ് ഫോർ സർഫ് സ്റ്റഡീസ്. സർഫ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഈ സർഫസുകളും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അധികം സ്റ്റഡീസ് ഇല്ല. മോസ്റ്റ് ഓഫ് ദി റിപ്പോർട്ട്സ് ഹാവ് സിൽവർ ബേസ്ഡ് സർഫസ്. സിൽവർ ബേസ്ഡ് സർഫസിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടന്നിട്ടുള്ളതും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇൻ അഡീഷൻ ടു ദിസ് കൈൻഡ് ഓഫ് മെറ്റൽസ് ആൻഡ് ഓൾ, യു ക്യാൻ സി മെറ്റൽ ഓക്സൈഡ് സർഫസസ് ബീൻ യൂസ്ഡ് ആസ് സർഫസ്. സർഫ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് മെറ്റൽ ഓക്സൈഡ് ബേസ്ഡ് സർഫസസും യൂസ് ചെയ്തിട്ടുണ്ട്. An example is a report on the Raman scattering effect of pyridine on nickel oxide surface. നിക്കൽ ഓക്സൈഡ് സർഫസിൽ പിരിഡിൻ്റെ റാമൻ സ്കാറ്ററിംഗ് സ്റ്റഡി ചെയ്തു, എൻഹാൻസ്മെൻറ്റ് ഒബ്സർവ് ചെയ്തു ഓൺ നിക്കൽ ഓക്സൈഡ് സർഫസ്. ആൻഡ് അനദർ കൈൻഡ് ഈസ് you can use semiconductor electrodes also. Semiconductor materials can be also used as surfaces. ബട്ട് അത് എത്ര എക്സ്റ്റെൻഡോളം ഉണ്ടെന്നുള്ളത് ഇപ്പോഴും സ്റ്റഡീസ് നടക്കുന്നതാണ്. സോ an example for this kind of work was the surf study of iodine on a semiconductor electrode. Semiconductor electrodeൽ അയോഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാമൻ സ്കാറ്ററിംഗ് സ്റ്റഡി ചെയ്തു. സർഫ് എൻഹാൻസ്മെൻറ്റ് ഓഫ് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു. ദാറ്റ് ഈസ് ഓൺ semiconductor electrode. Sorry. So you can have a variety of different kinds of surfaces. സർഫ് എൻഹാൻസ്മെൻറ്റ് തരുന്ന സർഫസസുകൾ പോസിബിൾ ആണ്. അതിൻ്റെ എങ്ങനെ തരുന്നു, അതിൻ്റെ മെക്കാനിസം എന്താണെന്നുള്ളത് വി വിൽ ബി ഡിസ്കസിങ് ലേറ്റർ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ റിപ്പോർട്ട്സ് വിൽ ബി കമ്മിങ് അണ്ടർ ദ സർഫസസ് ഹാവിങ് സിൽവർ, ഗോൾഡ്, കോപ്പർ, പ്ലാറ്റിനം, പലേഡിയം എക്സെട്ര. ഇതിനകത്ത് തന്നെ ഇൻട്രസ്റ്റിംഗ് പറയുന്നത്, if you are changing the morphology, if you are increasing the roughness, you can see more and more enhancement to this Raman signal. സർഫിൻ്റെ സിഗ്നൽ എൻഹാൻസ്മെൻറ്റ്, റഫ്നെസ്, സർഫസിൻ്റെ റഫ്നെസ് എത്രയധികം ഇൻക്രീസ് ചെയ്യുന്നോ അതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് യു ക്യാൻ ഒബ്സർവ്. സോ ഹൗ ക്യാൻ യു പ്രിപ്പയർ ദ സർഫസസ് ഫോർ സർഫ് എക്സ്പെരിമെൻറ്റ്സ്? The basic thing is you should be able to create surfaces with high roughness. Roughness increased ആയിട്ടുള്ള അല്ലെങ്കിൽ റഫ്നെസ് കൂടുതലുള്ള സർഫസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സർഫ് എൻഹാൻസ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. റാമൻ ലൈൻസിൻ്റെ എൻഹാൻസ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. സോ റഫ്നെസ് കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഇൻകോർപ്പറേറ്റിംഗ് ക്യാവിറ്റീസ് ഓർ യു വിൽ ബി ഇൻകോർപ്പറേറ്റിംഗ് സം നാനോ പാർട്ടിക്കിൾസ് ഓൺ ദ സർഫസ്, ആൻഡ് ആസ് യു ഇൻക്രീസ് ദ റഫ്നെസ് അവിടെ
കുറച്ച് ഡിഫോർമാലിറ്റീസ് ഒക്കെ സർഫസിലുണ്ടാവും. അതനുസരിച്ച് നമ്മുടെ എൻഹാൻസ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. AFM ഇമേജിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് യു ക്യാൻ ആക്ച്വലി study the roughness of a particular surface. So there are various methods by which you can increase the roughness of a surface, or you can generate surfaces for SERS experiments. Surface enhanced Raman scattering experiments വേണ്ടി you can generate the surfaces in different methods. And ഒരു method ആണ്, it is called deposited metal film, or you can do the electrochemical methods for creation of metal electrodes, or metal salts can be used, or by roughening the surface using calcium fluoride, lithographically generating the surfaces, or etching the surface of silver foil using HNO3 nitric acid, or silver coated paper, or colloid metal film can be the various methods by which you can generate the surfaces for SERS studies. സോ മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ 3 മെത്തേഡ്സാണ്. കോൾഡ് ഡെപ്പോസിറ്റഡ് മെറ്റൽ ഫിലിം, മെറ്റൽ ഇലക്ട്രോഡ്സ്, മെറ്റൽ സോൾട്സ്. ഇങ്ങനെ 3 മെത്തേഡ്സ് അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് കാറ്റഗറീസിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദി ബേസിക് കോർ തീം ഈസ് ആക്ച്വലി ഇൻക്രീസ് ദ റഫ്നെസ് ഓഫ് എ സർഫസ്. ഇൻ അഡീഷൻ ടു ദീസ് 3 മെത്തേഡ്സ് യു ക്യാൻ roughen the surface using suitable reagent. You can increase the roughness by lithographic methods, or etching. You can do etching by HNO3 of a particular film in order to create more roughness. അല്ലെങ്കിൽ കൊളോയിഡൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നിങ്ങളുടെ മെറ്റൽ ഫിലിംസ് ജനറേറ്റ് ചെയ്തിട്ട് you can actually increase the roughness. So coming to the first method, that is cold deposited metal film. So in this particular method, what you will be doing is that you will be having a metal and you will be allowing this metal to evaporate to a particular substrate. ഒരു മെറ്റൽ ഉണ്ടാവും, മെറ്റലിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാവും. ഈ മെറ്റലിൻ്റെ കളക്ഷനിൽ നിന്ന് you will be allowing individual atoms to evaporate to a particular substrate. And the important thing is that you will be keeping this substrate at a very lower temperature, and this temperature will be always lower than room temperature. So evaporation of a metal to a substrate kept at temperature lower than room temperature is the basic method that you do in cold deposited metal film kind of surface generation. Cold deposited metal film use ചെയ്തിട്ട് നിങ്ങൾ മെറ്റൽ സർഫസ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ this is the basic method. You will be evaporating the metal onto a substrate which is kept at temperature lower than that of the room temperature. റൂം ടെമ്പറേച്ചറിനെക്കാട്ടും ലോവർ ടെമ്പറേച്ചർ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു സബ്സ്ട്രേറ്റിലേക്ക് you will be allowing the metal to evaporate. ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ഈ ലോവർ ടെമ്പറേച്ചർ റീജിയനിൽ എത്തുമ്പോൾ what happens, the metal will be condensing onto that particular substrate. അവിടെ കണ്ടൻസ് ചെയ്യുമ്പോൾ അവിടെ അത് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നിൽക്കും. What happens if the temperature is higher? Higher temperature ആണെങ്കിൽ if you are evaporating more and more atoms, due to the increased temperature of this particular substrate, atoms can move, diffuse ചെയ്തിട്ട് അടുത്തടുത്ത് കുറച്ചും കൂടെ ഒരു ഓർഡർഡ് പാറ്റേണിലേക്ക് അവിടെ ഫോം ചെയ്യും. സോ ഇഫ് യു ആർ കീപ്പിംഗ് ദ ടെമ്പറേച്ചർ ലോവർ, ദി മെറ്റൽ ആറ്റം വിൽ റിമെയിൻ അറ്റ് ദി ഇനീഷ്യൽ പോയിന്റ് ഓഫ് ഇമ്പാക്റ്റ്. ആദ്യം ചെന്ന് എവിടെയാണ് കണ്ടൻസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ തന്നെ ആ ഒരു മെറ്റൽ ആറ്റം എക്സിസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫ്യൂസിങ് ടു ഫോം എ ഓർഡർഡ് അറേഞ്ച്മെൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് ഡിഫ്യൂസിങ്, സർഫസ് ഡിഫ്യൂഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ദി റഫ്നെസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സർഫസ് വിൽ ബി ഡിക്രീസ്ഡ്. നമുക്ക് ഹൈ റഫ്നെസ് ഉള്ള സർഫസ് വേണം. ഹൈ റഫ്നെസ് ഉണ്ടാവണമെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്ത ഇമ്പാക്റ്റ് നടക്കുന്ന പോയിന്റ്സിൽ തന്നെ ഓരോ ആറ്റവും നിൽക്കണം. Otherwise it will be going to a much more ordered arrangement and the roughness will be reduced, and if the roughness is reduced, the surface enhancement will be reduced. SERS വഴി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന enhancement will be reduced. So cold deposited metal film method can be used for generation of SERS surface. So you will be evaporating the metal onto a substrate which is kept at a lower temperature than room temperature. Cryogenic systems ഒക്കെ നമ്മൾ പലപ്പോഴും ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്.
വളരെ ലോ ടെമ്പറേച്ചേഴ്സിൽ മിക്കപ്പോഴും ഈ സബ്സ്ട്രേറ്റ് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട് ഇൻ ഓർഡർ ടു അവോയ്ഡ് the diffusion or surface diffusion of metal atoms. If there is surface diffusion, there is a possibility for reduction in the roughness of the surface, which will inversely or which will result in a decrease in enhancement effect of the surface. And the second method is metal electrodes, using metal electrodes. Metal electrodes can be used as surfaces, and what you have to do is that you have to increase the roughness of this particular metal electrodes. നിങ്ങൾക്ക് സിൽവർ ഇലക്ട്രോഡ്സ് എടുക്കാം, ഗോൾഡ് ഇലക്ട്രോഡ്സ് എടുക്കാം, അങ്ങനെ മെറ്റൽ ഇലക്ട്രോഡ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആൻഡ് യു ഹാവ് ടു ഡു സം ഇലക്ട്രോകെമിക്കൽ cycle or electrochemical operations on this particular metal electrodes. Metal electrodes നിങ്ങൾ പല ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും. ഇറ്റ് ക്യാൻ ബി സൈക്ലിക് ആയിട്ടുള്ളൊരു വോൾട്ടേജ് സ്കാൻ കൊടുക്കാം നിങ്ങൾക്ക്. സോ സൈക്ലിക് ആയിട്ട് വോൾട്ടേജ് സ്കാൻ കൊടുക്കുമ്പോൾ ആദ്യം ഒരു ഓക്സിഡേഷൻ നടക്കും, പിന്നെ ഒരു റിഡക്ഷൻ നടക്കും. ഇങ്ങനെയായിരിക്കും നമ്മളുടെ സൈക്ലിക് വോൾട്ടേജ് സ്കാൻ കൊടുക്കുമ്പം കാണാറുള്ളത്. നമ്മൾ വോൾട്ടാമീറ്ററിലൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സോ ഇനീഷ്യലി നമ്മൾ ഈ പൊട്ടൻഷ്യൽ വിൻഡോ കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി വി ഷുഡ് ബി very careful, because within this potential window that particular metal should be undergoing oxidation and reduction. So the metal deposited on the electrode using electrochemical cell, you will be using an electrochemical cell and you will be depositing the metal on a electrochemical on that particular electrode surface. And during the oxidation half cycle, during this particular oxidation half cycle, if it is oxidation, in metal salt forms at the electrode surface. Metal salt will be formed at the electrode surface. So you will be having an electrode, and you will be keeping that in either in a metal salt solution. നമ്മൾ ഗോൾഡ് ക്ലോറൈഡിൻ്റെ ഒരു സൊല്യൂഷൻ ആകാം, അല്ലെങ്കിൽ സിൽവർ നൈട്രേറ്റിൻ്റെ ഒരു സൊല്യൂഷൻ ആകും. അതിനകത്ത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം ഇലക്ട്രോഡിനെ. ആൻഡ് യു ക്യാൻ അപ്ലൈ ദിസ് പൊട്ടൻഷ്യൽ വിൻഡോ. ഒരു സൈക്ലിക് സ്കാനിങ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. And first, initially during oxidation you will be observing this kind of peak, and it will be due to the formation of metal salt at the electrode surface. Electrode surface the metal salt form ചെയ്യും. And during reduction half, this metal salt will be reduced. ഇപ്പം സിൽവർ ആണെങ്കിൽ ആദ്യം സിൽവർ പ്ലസ് ഫോം ചെയ്യും, and later it will be converted to silver at the zero oxidation state. Silver atom ആയിട്ട് അത് കൺവേർട്ടഡ് ആകും, and the liberated atom will be deposited onto that metal surface. അങ്ങനെ metal surfaceൽ Ag0 deposited ആകും. And if you again do this particular potential window, ഈ ഒരു particular redox reaction നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഈ സ്കാനിങ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഓക്സിഡേഷൻ നടക്കും, റിഡക്ഷൻ നടക്കും, മെറ്റൽ ഡെപ്പോസിറ്റഡ് ആകും. അങ്ങനെ നമ്മുടെ electrode surface will be covered by or will be deposited by large amount of metals. Metal atom large amount deposited agam. They will be forming clusters over the electrode surface. Angane roughness you can increase for that particular electrode. So metal electrodes agam namakku surface corresponding aayittulla oru substrate. So here you can see oxidation as well as reduction. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു ചേഞ്ച് നടക്കും. ആൻഡ് അതർ മെത്തേഡ് ഈസ് ബൈ യൂസിങ് മെറ്റൽ സോൾസ്. സോ മെറ്റൽ സോൾസ് നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കൊളോയിഡൽ സിസ്റ്റംസ് ആണ് മെറ്റൽ സോൾസ്. സോ you will be having a metal salt solution like the gold chloride solution ആകാം, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആകാം. ആ സൊല്യൂഷനിലേക്ക് if you are adding suitable reducing agent, you can actually convert this gold in +3 oxidation state to gold in 0 oxidation state, or silver in +1 oxidation state to silver in 0 oxidation state. നിങ്ങൾ എന്താ നെക്സ്റ്റ് ഇയറിൽ നിങ്ങളുടെ inorganic chemistry practicalnathu you will be doing some experiments in which you will be generating this silver nanoparticles. Silver nanoparticles ne ningal bio methods vadi ennu vecha green synthesis vadi ningal synthesize cheyum. In that particular case you will be using some reducing agents, I think. So oru reducing agent use cheyidittu you can actually convert the corresponding
ions to nanoparticles, and it can be used for SIRS application. And ഓരോ ഫോം ചെയ്ത നാനോപാർട്ടിക്കിൾസ് വിൽ ബി ഹാവിങ്, ഈച്ച് ഓഫ് ദീസ് നാനോപാർട്ടിക്കിൾസ് വിൽ ബി ഹാവിങ് സ്പെസിഫിക് ചാർജ്. നമ്മൾ പറയാറുണ്ട് കൊളോയിഡ്സിനകത്ത് ഒരു പെർട്ടിക്കുലർ ചാർജ് ഉണ്ടാവും, ആൻഡ് ഡ്യൂ ടു ദിസ് ചാർജ് ദേ വിൽ ബി ഹൈലി സ്റ്റേബിൾ. ഏറ്റവും അധികം നമ്മൾ ഗോൾഡിൻ്റെയൊക്കെ സിന്തസിസിന് യൂസ് ചെയ്യുന്ന ഒരു സിട്രേറ്റ് ബേസ്ഡ് മെത്തേഡാണ്. സോഡിയം സിട്രേറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഗോൾഡിനെ കൊളോയിഡൽ ഗോൾഡ് നാനോപാർട്ടിക്കിളായിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഡ് മെത്തേഡ് for synthesis of stable gold nanoparticles and homogeneous gold nanoparticles. So ആ ഒരു കേസിലൊക്കെ സിട്രേറ്റ് ക്യാപ് ഗോൾഡ് നാനോപാർട്ടിക്കിൾസ് ആണ് നിങ്ങൾ സിന്തസൈസ് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഹാവ് സിട്രേറ്റ് moieties on the surface of the gold nanoparticle, and it will be providing a negative charge to the gold nanoparticle, and hence due to the negative charge of each of this nanoparticle they will be repelling each other and they will be highly stable in that particular water media or any media that you are considering. So charged ആയിട്ടുള്ള പാർട്ടിക്കിൾ നിങ്ങൾക്ക് കിട്ടും. ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിളിന് ആ ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ഹൈലി സ്റ്റേബിൾ, ആൻഡ് ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് എ SIRS substrate or SIRS surface. So they will be usually having a size in the range 10 to 100 nanometers. നാനോമീറ്റർ റേഞ്ചിലുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ഈ ഒരു മെത്തേഡ് വഴി നമ്മൾ സിന്തസൈസ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ്. സോ ദീസ് ആർ ദ ബേസിക് തിങ്സ് റിഗാർഡിംഗ് ദ സർഫസസ് ഫോർ SIRS എക്സ്പെരിമെൻറ്റ്സ് ഓർ SIRS സ്റ്റഡീസ്. സോ ഇതിനെക്കാട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സർഫസസിനെ കുറിച്ച് പറയാൻ പറ്റും, ബട്ട് ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. SIRSന് നമ്മൾ യൂസ് ചെയ്യുന്ന സർഫസുകൾ ഏതാണ്, എൻഹാൻസ്മെൻറ്റ് എങ്ങനെ തരുന്നു, ഏത് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ആ ഒരു കറസ്പോണ്ടിങ് എൻഹാൻസ്മെൻറ്റ്. സോ ദ ബേസിക് കോർ തീം for during generation of a surface for SIRS study is that you should be having maximum roughness. Maximum roughness ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും കോർ ആയിട്ടുള്ള തീം whenever you are synthesizing or preparing a surface for SIRS study. എത്രത്തോളം മാക്സിമം റഫ്നെസ് വരുന്നോ അത്രയും ഇഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻഹാൻസ്മെൻറ്റ്. സോ ഇറ്റ് ക്യാൻ ബി by different methods like cold deposited metal film, using metal electrodes or using metal salts, or by any other methods like lithography, reagent based roughening, surface roughening, or etching. All those things can be used for generation of SIRS surfaces. So I hope it is clear to you, and that is all regarding the surfaces that is used in SIRS studies. So that's all. Thank you.